മെയിൻ ആക്ടേഴ്സ് സെക്കൻഡ് റോൾസ് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. എൻ്റെ ചിരി കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. എന്താണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഓരോരുത്തർക്കും ഓരോന്നല്ലേ. എനിക്ക് എല്ലാവരും ഇഷ്ടമായി. എസ്പെഷ്യലി വിനയുടെ പെർഫോമൻസ്. വിനയ് നന്നായി കോമഡി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയി. കോമഡി അല്ല, അതൊരു ഫീൽ ഗുഡ് ജേണലിലുള്ള സിനിമയാണ്. കുഞ്ഞ് വലിയ സംശയത്തിന് കഥ പറയുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ആസ്വദിക്കും. അല്ല, സെക്കൻഡ് ഹാഫ് പലരുടെയും കണ്ണ് നിറച്ചെന്നൊക്കെ പറയുന്നത് കേട്ടോ. എല്ലാവരും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. സംശയം മാറി. നല്ല സിനിമ വന്നിട്ടില്ലോ. അശ്വിനെ പോലെ ഡയറക്ടേഴ്സ് ചോദിച്ചാലല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അശ്വിനെ കൂടുതൽ ചേർത്തിക്കടാ. ഒരെണ്ണം ചെയ്തു, ടൈറ്റിൽ ആയിട്ടില്ല. അത് വേണ്ട. സിനിമയെ കുറിച്ച് രണ്ടു പേർക്ക് പറഞ്ഞിട്ടു. നയൻറ്റീസിലൊക്കെയുള്ള അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെ സത്യനികാസാറിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇരട്ട കുട്ടികളുടെ അച്ഛൻ സിനിമയൊക്കെ. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ സിനിമ ഇത്തരത്തിലുള്ള സിനിമകളുടെ എണ്ണം കുറച്ച് കുറവായെന്ന് തോന്നുന്നു. ഇപ്പം അടുത്ത ആഴ്ച തന്നെ ഈ 12 വളരെ റിലീസ് ചെയ്യാൻ പോകും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അല്ലാതെ വളരെ ഡിഫറെൻ്റായിട്ട് ഉള്ളൊരു വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമ. ഇമോഷണൽ സീക്വൻസുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇപ്പം സിനിമയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് പലപ്പോഴും നമ്മളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ ഇമോഷണൽ കണക്റ്റ് എവിടെ കിട്ടുന്നുള്ള കൺഫ്യൂഷനാണ് നമുക്കുള്ളത്. ഫിലിം കഥ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ധാരാളം കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മളെപ്പോഴും ടെൻഷൻ ആവാറ് ഇത് എങ്ങനെയെങ്കിലും പ്രേക്ഷകരായിട്ട് തന്നെ കണക്റ്റ് ആവുന്നതാണ് മെയിൻ കൺസേൺ. ആ നിലയ്ക്ക് ഇത് വളരെ പെട്ടെന്ന് നോർമൽ വലിയൊരു ശതമാനം സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് കണക്റ്റ് ആവുന്ന എന്നാൽ വളരെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഇൻഫർമേഷൻ ഉള്ള സിനിമയാണ്. സോ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാവണം. ഈ സിനിമ പ്രേക്ഷകരെല്ലാം പോയി കാണണം. കൊച്ചു സിനിമ, ഇങ്ങനത്തെ സിനിമകൾ വിജയിപ്പിക്കണം. നല്ല സിനിമകൾ ഇതുപോലത്തെ കൂടുതൽ സിനിമകൾ ഉണ്ടാവും. സോ ഹാപ്പി. അടിപൊളിയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? കോമഡിയാണോ ഇമോഷണൽ? അല്ല, എനിക്ക് തോന്നുന്നു കുറേ ഗ്യാപ്പിന് ശേഷമാണ്. ഭയങ്കര സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. അതാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ഭയങ്കര എഴുത്ത്, അത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കണ സമയത്ത് ഇതിൻ്റെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി. രാജേഷ് രവിയുടെ ആർക്കറിയാൻ പുള്ളിയാണല്ലോ എഴുത്ത്. രാജേഷ് രവിയുടെ എഴുത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. അതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ ഭയങ്കര ബലം അല്ലെങ്കിൽ നട്ടല് എന്ന് പറയുന്നത് എഴുത്താണ്. അത് കുറേ കാലമായിട്ട് നമുക്കിവിടെ മലയാളത്തിൽ മിസ് ചെയ്ത് വരുന്നൊരു പരിപാടി കൂടിയാണ്. ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്താണ്. രസമുണ്ട്, നല്ല പരിപാടി. ഓക്കെ, താങ്ക് യു.